അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. റമളാനിൻ്റെ ആദ്യ രാവിനെ വരവേൽക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഓരോ മുഅ്മിനിനും ഉപകാരപ്പെടുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരാം. ആദ്യം തന്നെ ഇന്ന് രാത്രി റമളാൻ മാസപ്പിറ കണ്ടാൽ മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാസപ്പിറ കണ്ടാൽ സാധാരണയായി ചൊല്ലാറുള്ള ഒരു ദിക്റുണ്ട്. അത് ചൊല്ലൽ പ്രത്യേകം സുന്നത്താണ്. ഏതാണ് ആ ദിക്റ്? അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാനി വസ്സലാമത്തി വൽ ഇസ്ലാമി റബ്ബി വ റബ്ബുക്കല്ലാഹു ഹിലാലു റുഷ്ദി വ ഖൈർ എന്നുള്ള ദിക്റാണ്. ഇത് ചൊല്ലൽ പ്രത്യേകം സുന്നത്താണ്. പിന്നെ ഇന്ന് രാത്രി മുതൽ റമളാനിൻ്റെ ആദ്യ 10 ആരംഭിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റഹീമീൻ എന്ന ദിക്റിനെ ഇന്ന് തന്നെ ചൊല്ലി തുടങ്ങുക. ഇത് റമളാൻ 10 വരെ നിങ്ങൾ തുടരുക. പിന്നെ നമ്മൾ ഓരോരുത്തരും ചെയ്യുന്ന നിർബന്ധമായിട്ടുള്ള കാര്യമാണ് നോമ്പ് അനുഷ്ഠിക്കുക എന്നുള്ളത്. നോമ്പിൻ്റെ ഫർലായ കാര്യമാണ് നിയ്യത്ത് വെക്കുക എന്നുള്ളത്. ഷാഫി മദ്ഹബ് പ്രകാരം ഓരോ നോമ്പിനും ഓരോ ദിവസം തന്നെ നിയ്യത്ത് വെക്കണം. ഓരോ ദിവസം രാത്രി നിയ്യത്ത് വെച്ചാൽ മാത്രമേ ശരിയാവുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഓരോരുത്തരും നേരിടുന്ന ഒരു പ്രശ്നമാണ് നിയ്യത്ത് വെക്കാൻ മറന്നു പോയിട്ട് ആ നോമ്പ് നഷ്ടപ്പെടുക എന്നുള്ളത്. അത് പരിഹരിക്കാനുള്ള ഒരു മാർഗവും കൂടി ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നുണ്ട്. മാലിക്കി മദ്ഹബ് പ്രകാരം റമളാനിലെ 30 ദിവസത്തെ നോമ്പും ആദ്യത്തെ ദിവസം രാത്രി നിയ്യത്ത് ചെയ്താൽ മതിയാകുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് രാത്രി തന്നെ റമളാനിലെ 30 ദിവസത്തേക്കുള്ള നിയ്യത്തും ചെയ്താൽ എങ്ങാനും നമ്മുടെ നോമ്പ് നഷ്ടമാവുകയാണെങ്കിൽ ആ നിയ്യത്ത് പകരമായി നിൽക്കുന്നതായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് നിയ്യത്ത് ചെയ്യേണ്ടത്? ഇന്ന് രാത്രിയിൽ മാലിക്കി മദ്ഹബിൻ്റെ അഭിപ്രായ പ്രകാരം റമളാനിലെ ഈ വർഷത്തെ മുഴുവൻ നോമ്പും ഞാൻ അനുഷ്ഠിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്യുക. പക്ഷേ ഇവിടെ ഒരു കാര്യമുണ്ട്. മാലിക്കി മദ്ഹബ് പ്രകാരമാണ് എങ്ങാനും ഏതെങ്കിലും ഒരു ദിവസം നമ്മോട് നിയ്യത്ത് ചെയ്യാൻ മറന്നുപോയാൽ മാലിക്കി മദ്ഹബ് പ്രകാരമാണ് ആ നോമ്പ് സ്വീകരിക്കപ്പെടുക. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും എന്താണ് വ്യത്യാസം എന്നുള്ളത്. നമ്മുടെ മദ്ഹബിൽ സുറുമ ഇടുക, അതുപോലെ മറന്ന് ഭക്ഷണം കഴിക്കുക, വികാരത്തിൻ്റെ തുടക്കത്തിൽ പുറപ്പെടുന്ന മതി, ഇതൊന്നും നമ്മുടെ മദ്ഹബിൽ നോമ്പ് മുറിയുന്ന കാര്യമല്ല. എന്നാൽ മാലിക്കി മദ്ഹബ് പ്രകാരം ഈ കാര്യങ്ങളെല്ലാം നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ പെട്ടതാണ്. അപ്പോൾ ഇവയൊക്കെ പ്രകാരമാണ് അന്നത്തെ നിങ്ങളുടെ നോമ്പ് സ്വീകരിക്കപ്പെടുക. അപ്പോൾ നിയ്യത്ത് ചെയ്യാൻ രാത്രി മറന്നുപോയ ദിവസങ്ങളിൽ ഈ കാര്യങ്ങൾ ഒന്നുകൂടി ശ്രദ്ധിക്കാൻ വേണ്ടി ശ്രമിക്കുക. എങ്കിൽ മാത്രമേ നിങ്ങളുടെ നോമ്പ് പൂർണ്ണമായി സ്വീകാര്യയോഗ്യമാവുകയുള്ളൂ. ഇൻഷാ അല്ലാഹ് പരിശുദ്ധ റമളാൻ ഗുണമായി സാക്ഷി നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും അല്ലാഹു തആല ഉൾപ്പെടുത്തട്ടെ. ഞാൻ ഈ പറഞ്ഞ വിവരങ്ങളെല്ലാം നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. ഇൻഷാ അല്ലാഹ് ഞാൻ നിർത്തുന്നു. വാഖിർ ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.